പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ ദിവസത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങൾ. അതെ, നമ്മുടെ ദൈവമായ കർത്താവിനോട് നാം എത്രമാത്രം അധികമായി പറ്റിയിരിക്കുന്നുവോ അത്രമാത്രം അധികമായി ആ ദൈവത്തിൻ്റെ ആമേൻ സ്തോത്രം, ആ ഒരു സ്നേഹവും സമാധാനവും ആശ്വാസവും ദൈവിക വിടുതലുകളും സംരക്ഷണവും നമുക്ക് പ്രാപിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനും ഇടയായിത്തീരും. ദൈവത്തോട് നാം അധികമായി ചേർന്ന് പറ്റിയിരിക്കുമ്പോൾ ലോകത്തിൻ്റെ യാതൊരു പ്രവർത്തികൾക്കും നമ്മോട് ചേർന്ന് പറ്റുവാൻ കഴിയുകയില്ല. ആമേൻ സ്തോത്രം. ആമേൻ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 11-ാം വചനത്തിൽ നാം എങ്ങനെ വായിക്കുന്നു? കച്ച ഒരു മനുഷ്യൻ്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ മുഴുവനും യഹൂദാ ഗൃഹത്തെ മുഴുവനും എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവും ആകേണ്ടതിന് എന്നോട് പറ്റിയിരിക്കുമാറാക്കി അവർക്കോ അനുസരിക്കുവാൻ മനസ്സായില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് നമ്മെ പറ്റിയിരിക്കുമാറാക്കുവാൻ കഴിയും. എന്നാൽ അവൻ ഇരിക്കുന്നോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് നാമാണ്. നാം ആ കർത്താവിനെ അനുസരിക്കുമ്പോൾ ആമേൻ സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരും. സ്തോത്രം. ദൈവത്തോട് നാം പറ്റിയിരിക്കുമ്പോഴുള്ള ഗുണം അവൻ 91-ാം സങ്കീർത്തനം 14-ാം വചനം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ ഏത് പ്രതിസന്ധികളിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിക്കും, ഏത് പാപ സ്വഭാവങ്ങളിൽ നിന്നും കർത്താവ് നമ്മെ വിടുവിക്കും, ഏത് അഡിക്ഷൻസിൽ നിന്നും കർത്താവ് നമ്മെ വിടുവിക്കും, സാധാരണ തന്ത്രങ്ങളിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിക്കും. മാത്രമല്ല മറ്റൊരു ഗുണം കൂടിയുണ്ട്. 101-ാം സങ്കീർത്തനങ്ങൾ അതിൻ്റെ 4-ാം വചനം. ആമേൻ. 3-ാം വചനം, ഞാനൊരു നീചകാര്യം എൻ്റെ കണ്ണിന് മുൻപിൽ വയ്ക്കുകയില്ല. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു, അതൊന്നോട് ചേർന്ന് പറ്റുകയില്ല. ദൈവത്തോട് നാം അധികമായി ചേർന്ന് പറ്റിയിരിക്കുമ്പോൾ ക്രമം കെട്ടവരുടെ പ്രവൃത്തി, ആമേൻ സ്തോത്രം, ലോകമോഹങ്ങൾ നമ്മെ എത്രമാത്രം ആകർഷിച്ചാലും മോഹിപ്പിച്ചാലും അത് നമ്മോട് ചേർന്ന് പറ്റുകയില്ല. കാരണം നാം ദൈവത്തോടാണ് ചേർന്ന് പറ്റിയിരിക്കുന്നത്. സ്തോത്രം. ഇവിടെ നാം ആദ്യം വായിച്ച വചനത്തിൽ ഒരു കച്ചയെ നമുക്ക് വായിക്കുവാനിടയായിത്തീരുന്നു. അവിടെ ആദ്യം ആ കച്ച ആമേൻ സ്തോത്ര പ്രവാചകൻ തൻ്റെ അരയ്ക്ക് കെട്ടുന്നു. അപ്പോൾ അതൊരു അനുഗ്രഹമാണ്, അത് മനോഹരമാണ്, അതൊരു ഉപയോഗകരമായ കാര്യമാണ്. എന്നാൽ അടുത്ത് അവൻ ആ കച്ചയെ കൊണ്ട് ഒരു പാറയുടെ ആമേൻ സ്തോത്രം പാറയുടെ പിളർപ്പിൽ, പാറയുടെ വിള്ളലിൽ ഒളിച്ചു വയ്ക്കുകയാണ്. സ്തോത്രം. ആമേൻ. അത് എങ്ങനെയായി മാറിയെന്ന് വായിക്കുമ്പോൾ 13-ാം അധ്യായം അതിൻ്റെ പ്രൈസ് ദി ലോർഡ് 7-ാം വചനത്തിൽ നാം വായിക്കുന്നു, എന്നാൽ കച്ച കേടുപിടിച്ച് ഒന്നിനും കൊള്ളരുതാതെയായി പോയി. സ്തോത്രം. അരയ്ക്ക് കെട്ടിയപ്പോൾ അത് കൊള്ളാകുന്നതായി മനോഹരമായി തീർന്നു. എന്നാൽ അവൻ പാറയുടെ വിള്ളലിൽ വെച്ചപ്പോൾ അതൊന്നിനും കൊള്ളരുതാത്തവരായി മാറിപ്പോയി. ഇതിൻ്റെ അർത്ഥം എന്താണ്? അതേ അധ്യായം തന്നെ 10-ാം വചനത്തിൽ കർത്താവ് വ്യക്തമായി പറയുന്നു, എൻ്റെ വചനം കേൾക്കുവാൻ മനസ്സില്ലാതെ ഹൃദയത്തിൻ്റെ ശാഠ്യം പോലെ നടക്കുകയും അന്യദേവന്മാരെ സേവിച്ച് നമസ്കരിക്കേണ്ടതിന് അവരോട് ചേരുകയും ചെയ്യുന്ന ഈ ദുഷ്ടജനം ഒന്നിനും കൊള്ളരുതാത്ത ഈ കച്ച പോലെയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദുഷ്ടജനമെന്ന് കർത്താവ് ഇവിടെ ആരെയാ വിളിക്കുന്നത്? നാം പറയും ദുഷ്ടന്മാർ, പാപികൾ, പരിഹാസികൾ. അത് ശരിയാ. പക്ഷേ ഇവിടെ ദൈവം ദുഷ്ടജനമെന്ന് വിളിക്കുന്നത് യഹോവയുടെ വചനം കേൾക്കുവാൻ മനസ്സില്ലാത്തവർ. 2, ആമേൻ സ്തോത്രം, ഹൃദയത്തിൻ്റെ ശാഠ്യം പോലെ നടക്കുന്നവർ. ആമേൻ. വചനത്തിൽ കീഴ്പ്പെടുന്നില്ല, ദൈവദാസന്മാർക്ക് കീഴ്പ്പെടുന്നില്ല, ദൈവിക ആലോചനയ്ക്ക് വിധേയപ്പെടുന്നില്ല, അവൻ ദൈവ നിയോഗങ്ങൾക്ക് കീഴ്പ്പെടുന്നില്ല. ഹൃദയത്തിൻ്റെ ശാഠ്യം പോലെ നടക്കുന്ന വ്യക്തികൾ. വീണ്ടും പറയുന്നു, ദൈവന്മാരെ സേവിച്ച് നമസ്കരിക്കേണ്ടതിന് അവരോട് ചേരുന്ന, അതായത് ദൈവത്തെക്കാൾ ഉപരി മറ്റൊരുവനെ സ്നേഹിക്കുകയും ദൈവത്തെ പോലെ തന്നെ മറ്റ് വ്യക്തികളെ, മറ്റ് നന്മകളെ, അനുഗ്രഹങ്ങളെ, ദൈവിക ദാനങ്ങളെ, ദൈവഹിതമില്ലാത്ത പ്രവർത്തികളെ അധികമായി സ്തോത്രം ആഗ്രഹിക്കുകയും അതിനോട് ചേർന്ന് പറ്റുകയും ചെയ്യുന്ന ജനങ്ങൾ. ഈ 3
കൂട്ടരെയും കർത്താവ് വിളിക്കുന്ന പേര് ദുഷ്ടജനമെന്നാണ്. അവർ ഈ ഒന്നിനും കൊള്ളരുതാത്ത കേടുവന്ന ഈ കച്ച പോലെ ആയിത്തീരും. എന്നാൽ 11-ാം വചനത്തിൽ കർത്താവ് പറയുന്നു, കച്ച ഒരു മനുഷ്യൻ്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആമേൻ സ്തോത്രം കീർത്തിയും പ്രശംസയും ആമേൻ സ്തോത്ര അലങ്കാരവും എനിക്ക് ജനവുമാക്കി തീർക്കേണ്ടതിനാണ് ഞാൻ നിങ്ങളെ പറ്റിയിരിക്കുമാറാക്കിയത്. വചനം കേൾക്കുന്ന നമ്മോട് ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. നാം ദുഷ്ടജനമായി ആമേൻ മാറി നരകത്തിൽ പോകുവാനല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ ദൈവത്തിൻ്റെ ജനമായി, ദൈവത്തിൻ്റെ സ്വന്തം ജനമായി നാം ആയിത്തീരണം. അങ്ങനെയാണെങ്കിൽ കച്ച ഒരു മനുഷ്യൻ്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ കച്ചകളാകുന്ന നാം ഓരോരുത്തരും ആമേൻ സ്തോത്രം നമ്മുടെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റിയിരിക്കണം. കാലേബ് എന്ന കഥാപാത്രം പഴയ നിയമത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. സംഖ്യാപുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലും കാലേബ് തൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. ആമേൻ. അതുകൊണ്ട് കാലേബിന് ലഭിച്ച അനുഗ്രഹങ്ങളും അവകാശങ്ങളും വലിയതാണ്. പറ്റി നിന്ന് അവന് വ്യത്യസ്തമായ അവകാശങ്ങൾ ദൈവം കൊടുത്തു. മാത്രമല്ല ആരോഗ്യം ദൈവം കൊടുത്തു. വാർദ്ധക്യത്തിലും പടവെട്ടുവാനും പൊരുതുവാനും കയറുകയും ഇറങ്ങുകയും ചെയ്യുവാനുള്ള ബലം തൻ്റെ മേൽ കർത്താവ് കൊടുത്തു. കാരണം ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. നമുക്ക് ഈ നാളുകളിൽ ആമേൻ ദൈവത്തോട് പൂർണ്ണമായി പറ്റിയിരിക്കാം. കർത്താവ് നമ്മെ വിടുവിക്കും, കർത്താവ് നമ്മെ രക്ഷിക്കും. ലോകത്തിൻ്റെ മറ്റു യാതൊരു കാര്യങ്ങളും നമ്മോട് ചേർന്ന് പറ്റുകയില്ല. നല്ലൊരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ കർത്താവ് സഹായിക്കും. നാം ദൈവത്തിൻ്റെ സ്വന്തം ജനമായി തീരും. കീർത്തിയും പ്രശംസാ വിഷയവുമാക്കി കർത്താവ് നമ്മെ മാനിക്കും. അമ്മേ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസത്തിൽ അങ്ങ് ഞങ്ങൾക്ക് ആലോചനയ്ക്കായി സ്തോത്രമപ്പ. വചനപ്രകാരം ഞങ്ങളെ സമർപ്പിക്കുന്നു. അധികമായി അങ്ങയോട് ചേർന്ന് പറ്റിയിരിക്കുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു കർത്താവേ. അപ്പോൾ ആ സ്തോത്രം 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 ദുഷ്ടജനമായല്ല, അങ്ങയുടെ സ്വന്തം ജനമായി തന്നെ കർത്താവെ ഞങ്ങൾ മാറുവാൻ, അങ്ങയുടെ പുത്രന്മാരായി ഞങ്ങൾ തീരുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അപ്പോൾ ആ സ്തോത്രങ്ങളുടെ വരവിനാൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാവരെയും വചനപ്രകാരം വിടുവിച്ച് മാനിച്ച് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകൾ കിടം സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.